ഇന്ന് രാവിലെ ഞാനൊരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2026 കടക്കാണല്ലോ. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ എന്തെല്ലാം റിയലൈസ് ചെയ്തു, ഈ ഒരു 2 വർഷം കൊണ്ട് എന്തെല്ലാം റിയലൈസ് ചെയ്തു എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, അത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അതേപോലെ തന്നെ സ്റ്റാറ്റസ് ആയിട്ട് സ്റ്റോറി ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് കുറച്ച് നേരം കണ്ടപ്പോൾ എനിക്ക് കയ്യിലുണ്ടാകുന്ന കണക്കിൽ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിനക്ക് എന്താണ് പറ്റിയത്, നിനക്ക് എന്താണ് വിഷമം, നീ മോട്ടിവേറ്റ് ചെയ്യാനാണെങ്കിൽ പോലും കുറച്ച് പേര് വന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരാളെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് ഇതിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് അന്വേഷിക്കാൻ ആളുകളുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീലാണ് തോന്നുന്നത്. പിന്നെന്താ പറയുക, എനിക്കറിയാം ലൈഫിൽ മുന്നോട്ട് പോകുന്തോറും ഇതേപോലെ ഒരുപാട് റിയലൈസ് ചെയ്യാനുണ്ടാകും, ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടാകും. ഇതൊരു സ്റ്റാർട്ടിംഗ് ലെസൺ മാത്രമാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ ഞാൻ കഴിഞ്ഞ കൊല്ലം ജോബ് റിലേറ്റഡ് ആയിട്ടാണ് റിയലൈസ് ചെയ്തെങ്കിൽ ഈ പ്രാവശ്യം ഞാൻ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി ഇതിനെക്കുറിച്ചിട്ടാണ് ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈഫ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ എനിക്ക് പെട്ടെന്ന് ഇമോഷൻസ് വരും. ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മ അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ഞാനും. എൻ്റെ അമ്മക്ക് പെട്ടെന്ന് ഇമോഷൻസ്, പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് സന്തോഷിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും ചിലപ്പോൾ സങ്കടപ്പെടുക. അപ്പോൾ ആൾക്കാർ ആയിരിക്കും ഇവളെന്ത് ഈ കുഞ്ഞു കാര്യത്തിന് പോലും സങ്കടപ്പെടുന്നതെന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ അത് ഞങ്ങളുടെ രക്തത്തിൽ കലർന്നിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് സങ്കടം വരും. ഞങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. അതെന്നെ എനിക്ക് കിട്ടിയേക്കണത്. എനിക്ക് പെട്ടെന്ന് ചെറിയ കാര്യത്തിന് പോലും സങ്കടം വരുന്ന ഒരാളാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല വിഷമം ഉണ്ടാകും. അങ്ങനെയാണ് എനിക്ക് പറ്റിയിട്ടുള്ളൂ. എന്തായാലും പലരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, അതേപോലെ തന്നെ കടന്നു പോവുകയും ചെയ്യും. അതൊക്കെ നോക്കി ഇരുന്നതിന് അവിടെ ഇരിക്കത്തേ ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ഒരു കാര്യം ഞാൻ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്നെക്കുറിച്ച് അന്വേഷിച്ചവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു.